ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് വിധിയുടെ ഫൈനൽ എപ്പിസോഡാണ്. എല്ലാവരും താണ്ടൈപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊരു ചെറിയ എപ്പിസോഡാണ്. പെട്ടെന്ന് തന്നെ ഇത് തീർത്തിട്ട് നമുക്ക് താണ്ടൈപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. നമ്മുടെ പിള്ളേരൊക്കെ ലവ് ലൈഫ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ടോന്ന് പോയി നോക്കിയാലോ. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ നുവാനെയും സണ്ണിനെയാണ്. രണ്ടുപേരും കൂടെ എവിടെയോ ബസ്സിൽ പോവാണ്. നുവാക്കാണ് ഭയങ്കര ഹാപ്പി. ബസ് വന്ന് കയറി ഇരുന്നുകൊണ്ട് തന്നെ സണ്ണിനോട് പറയും, ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് പറയും. ഭയങ്കര പണക്കാരനല്ലേ, കാറിലൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് ആദ്യമായിട്ടാണ് എന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും സൺ പറയും, ഓ നീ ആദ്യമായിട്ടാണ് ബസ്സിൽ വരുന്നത്, എന്നാ ശരി നിന്നെ ഞാൻ ഭയങ്കര ഭദ്രമായിട്ട് നോക്കിക്കൊള്ളാം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നുവാക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവന്റെ തോളിലോട്ട് കിടക്കുമ്പോൾ നുവാനെ കാണാൻ നല്ല ഭംഗിയാണ്. ഉടനെ സണ്ണ് പറയും, നീ ഭയങ്കര ക്യൂട്ടാടാന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും അങ്ങനെ തോന്നി. അങ്ങനെ രണ്ടുപേരും കൂടെ ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വരുമ്പോ സണ്ണ് ഭയങ്കര ടയേർഡായിട്ട് ഇങ്ങനെ സോഫയിൽ കിടക്കുന്ന ഇവന്റെ ടയേർഡായിട്ട് കിടക്കുന്ന അവന്റെ പുറത്ത് കയറി അവിടെ നുവായിരിക്കുകയാണ്. എന്നിട്ട് പറയും, ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരാമെന്നെല്ലാം പറഞ്ഞിട്ട് പുറത്തെല്ലാം പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. സണ്ണ് പറയും, വേണ്ടെന്ന് പറയും അങ്ങനെയൊന്നുമില്ല, ഞാൻ നിന്റെ പാർട്ട്ണർ അല്ലേ, അപ്പൊ നിനക്ക് സങ്കടമുണ്ട് സന്തോഷമാണല്ലോ, നിന്റെ എന്ത് ദുഃഖമാണല്ലോ ഞാൻ നിന്റെ കൂടെ കാണാം, അതിനിപ്പോ എന്താ നിനക്ക് എന്നോട് പറഞ്ഞ എന്താ, ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരാന്ന് പറഞ്ഞ് മസാജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഭയങ്കര ക്യൂട്ടാണല്ലേ. മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നുവ എന്തെടുക്കും, ഒരു ബോളിൽ നൂഡിൽസ് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറയും, ഞാൻ തന്നെ കുക്ക് ചെയ്താന്ന് പറയും. എന്റെ സണ്ണെ കഴിക്കണോ? ഉടനെ ഇതുകൊണ്ട് കൊടുക്കുമ്പോഴേക്കും സണ്ണ് കഴിച്ചിട്ട് പറയും, സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും. ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടെ, ഞാൻ വിചാരിച്ച പോലെ കരിച്ചു വെച്ചിരിക്കുന്നു, പക്ഷെ നല്ലതാന്ന് പറയും. എന്നെ പറയും, കണ്ട ഞാനും ഇപ്പൊ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സണ്ണിന് ഒരു കിസ് കൊടുക്കും നുവ. നേരത്തെയൊക്കെ സണ്ണല്ലേ നുവാക്ക് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നത്, ഇപ്പൊ നേരെ തിരിഞ്ഞ്. അങ്ങനെ പിള്ളേർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സണ്ണിനാണെങ്കിൽ ഇവർ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. ട്യൂഷൻ പഠിക്കാൻ വന്നതും, പിന്നീട് വേറെ ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതും, പിന്നീട് ഒരു സെറ്റായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. ഉടനെ നുവ ഭയങ്കര സ്നേഹമായിട്ട് അടുത്തോണ്ട് ചോദിക്കും, നിനക്ക് ആ കോൺസെപ്റ്റിന്റെ ടിക്കറ്റ് വേണമെന്ന് വെക്കും. അപ്പൊ നമ്മുടെ സണ്ണിന് പണ്ട് തൊട്ട് ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഏതോ ഒരു കോൺസെപ്റ്റിന് വേണമെന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും ഏത് കോൺസെപ്റ്റ് പറഞ്ഞു, ഇവന് ഇഷ്ടപ്പെട്ട കോൺസെപ്റ്റിന്റെ ടിക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് പറയും, വേണ്ട നമുക്ക് പോയാലോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ സണ്ണിന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹഗ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടാണ് തോന്നുന്നത് ആ കോൺസെപ്റ്റ് നടക്കുന്നത്. വീട്ടിൽ നിന്ന് ഭയങ്കര ലൈറ്റൊക്കെ വെച്ച് തുള്ളിച്ചാടിയൊക്കെ അത് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. സണ്ണിന് ഭയങ്കര സന്തോഷമാവുണ്ട്. നുവ ഒരു കിസ് കൊടുത്തോണ്ടിരിക്കും. ഒരു കിസ്സേ ഉള്ളൂ, ഒരെണ്ണം കൂടെ എത്താന്ന് പറയും. ഇവൻ വീണ്ടും കിസ് കൊടുക്കും. അങ്ങനെ പരസ്പരം കിസ്സൊക്കെ കൊടുത്ത് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് വെച്ച് അവരുടെ സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത നമ്മുടെ മോണിന്റെയും തീമിന്റെയും സ്റ്റോറിയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ തീമെന്റെയും എന്തോ ഒരു പ്രസന്റേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്തിന്റെ പ്രസന്റേഷൻ ആണെന്ന് വെച്ചാൽ, അവൻ എന്തിനാണ് ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് പറയുന്ന രീതിയിൽ. അതായത് നമ്മുടെ മോൺ ബോയ് ഫ്രണ്ട് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നത്. തീം പാവമുണ്ട്, പുറത്തുപോയി ഫ്രണ്ട്സിനെ ഒന്ന് കാണണമെങ്കിൽ പോലും ഒരു പ്രസന്റേഷൻ കൊടുക്കണം. അതായത് 3 കാര്യങ്ങളാണ് ഇവ പറയുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് 3 മാസമായി, എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്ന എല്ലാവരുമായിട്ടൊന്ന് കറങ്ങണം. അത് തന്നെയല്ല, രണ്ടുപേരെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പ് വീണ് അകന്നിരിക്കുമ്പോഴാണ് അവർക്കിടയിലുള്ള സ്നേഹമൊക്കെ കൂടുന്നത് എന്നൊക്കെ പറഞ്ഞ ചെറുക്കം മോണിനെ കറക്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പുറത്തു പോകാൻ. എന്നിട്ട് പറയും, ഞാൻ ഫ്രണ്ട്സിനെ കണ്ടിട്ട് പോയിട്ട് പെട്ടെന്ന് വരാം, നീ ആ സമയത്ത് എന്തെങ്കിലും ബുക്കൊക്കെ വായിച്ചോണ്ട് ഇവിടെ ഇരിക്കും പ്ലീസ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ മോൻ പറയും, നീ പെട്ടെന്ന് വരത്തില്ലേ എന്ന് ചോദിക്കും. ഞാൻ പെട്ടെന്ന് വരുമെന്ന് പറയും. എന്നാ ഒരു കാര്യം, നീ പുറത്ത് പോകുകയാണെങ്കിൽ നീ ഈ ഡ്രസ്സ് ഒന്നും ഇട്ടോണ്ട് പോകില്ല, ഈ ഡ്രസ്സ് ഒക്കെ ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ നീ ആൾക്കാരെ പെട്ടെന്ന് തന്നെ സെഡ്യൂസ് ചെയ്ത് വീഴ്ത്തും, അതുകൊണ്ട് ഞാൻ തരുന്ന ഡ്രസ്സ് ഇട്ടോണ്ട് വേണം നീ പോകാൻ എന്ന് പറഞ്ഞ മോൻ തന്നെ ഒരു ഡ്രസ്സ് ഇവന് സെറ്റായി കൊടുക്കും. ആ ഡ്രസ്സ് ഇട്ടോണ്ട് നമ്മുടെ തീം വരും കാണണം. എന്റെ പൊന്നെ ഭയങ്കര കോമഡിയാണ്. അവന് ചേരുന്നുണ്ട്, എന്നാലും നമ്മൾ നോക്കുമ്പോ ജോക്കറിന്റെ കണക്ക് കോമഡി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെറുക്കം പുറത്തോട്ട് പോകാൻ വരുമ്പോഴേക്കും മോൻ വിളിച്ചിട്ട് പറയാം, അതെ പോകുന്നേക്കെ കൊള്ളാം, ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും വന്നിട്ട് ഭയങ്കര മര്യാദയായിട്ട് പറയും, വീട്ടിലെ ജോലി എല്ലാം ചെയ്ത് വെച്ചത്. ഇത് കാണുന്ന രസമുണ്ട്. മോൺ ഉടനെ സ്ട്രിക്റ്റ് ആയിട്ട്, ശരിയാ എപ്പം പോയിട്ട് വരും, 10 മണിയാകുമ്പോ ഇവിടെ വരണോന്ന് പറയും. ഉടനെ പറയും, അയ്യോ 10 മണിക്ക് ഞാൻ എങ്ങനെ വരാൻ, ഇപ്പൊ തന്നെ സമയം 8:30, ഞാൻ 10 മണിയാകുമ്പോ എങ്ങനെ വരാൻ, ഞാനൊരു 11 മണിയാകുമ്പോ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഓഹോ 11 മണി, അപ്പൊ നീ പോകുന്നില്ലേ, ഓ ശരി ഞാനൊരു 10:50 ആകുമ്പോ ഇങ്ങനെ വരാന്ന് പറയും. ശരി എന്നാ നീ എനിക്ക് കിസ് വന്നിട്ട് വെക്കുമെന്ന് പറയുമ്പോഴേക്കും ഇവൻ കിസ് കൊടുക്കും. അവനെ തിരിച്ച് കിസ് കൊടുത്തിട്ട് ഇവൻ നേരെ ഇവിടുന്ന് ഫ്രണ്ട്സിനെ കാണാൻ പോകും. എവിടോട്ടാ പോകുന്നത്, ഇവരെപ്പോഴും കാണുന്ന ആ ബാറിലോട്ടാ പോകുന്നത്. ഓൾറെഡി അവിടെ നമ്മുടെ കേങ്ങും നുവാവും ഉണ്ട്. കേങ്ങിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമല്ലേ, എന്തൊരു ഗ്ലാമറ, പുതിയൊരു സീരീസ്. കേങ്ങിനെ പോലെ ഇരിക്കുന്ന ചെറുക്കൻ ഇറങ്ങിയിട്ടുണ്ട്. അത് കേങ്ങാണോ അല്ലയോ എന്ന് അറിയത്തില്ല, ഞാൻ നോക്കിയില്ല, അതൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക, സമയം കിട്ടിയില്ല. അപ്പോഴേക്കും നുവായും കേങ്ങും കൂടെ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് തീമും ഒരു ടീമിന്റെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഇവർ കോമഡി ആയിട്ട് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക. ഇവന്റെ ഡ്രസ്സും ഈ ക്യൂട്ട്നെസ്സും കണ്ടിട്ട് തന്നെ പെമ്പിള്ളാർ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ പറയോ, സോറി എനിക്ക് ആളുണ്ട് എന്ന് പറഞ്ഞ ചെറുക്കൻ ഭയങ്കര ഡീസന്റ് ആയിപ്പോയി. പണ്ടത്തെ കണക്ക് പ്ലേ ബോയ് ഒന്നും അല്ല, പക്കാ കുടുംബസ്ഥനായി ചെറുക്കൻ. അങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് വന്ന് 3 പേരുടെ വർത്താനൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും സമയമായി. ഉടനെ പറയും, അയ്യോ
ശരിയാടാ ഞാൻ പോവാ, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഇവൻ നേരെ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് ഇവൻ കുറച്ചു മുമ്പ് പ്രസന്റേഷൻ നടത്തിയ സ്ക്രീൻ ഉണ്ടല്ലോ അതിന്റെ പുറകിൽ നമ്മുടെ മോനാണെങ്കിൽ നിൽക്കുവാണ്. അവിടെ നിന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. ഇവൻ ഉടനെ കട്ടിലെ വന്നിരിക്കും. ഉടനെ പതുക്കെ നടന്ന് ഇവന്റെ അടുത്ത് വന്നിട്ട് പറയും ഇപ്പൊ സമയം താഴ്ന്നു വെക്കുമ്പം പറയും ഇപ്പൊ സമയമൊന്നും ആയില്ല, 10:40 ആയുള്ളൂ, ഞാൻ നേരത്തെ വന്നത്. ഇവൻ 10:50 വരാന്നല്ല പറയാ, ഞാൻ നേരത്തെ വന്നത് എന്ന് പറയും. എന്നിട്ട് വെക്കും എന്താ മോൻ നീ ഇത്ര നേരമായിട്ട് ഉറങ്ങാൻ ചെന്ന് ചോദിക്കാൻ പറയാം. നീ ഇല്ലാതെ എനിക്ക് ഉറക്കം വന്നില്ല, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങാനാ? ഓ നിനക്ക് ഉറക്കം വന്നില്ല, എന്നാ ശരി നിന്നെ ഉറക്കാനുള്ള മാർഗ്ഗമൊക്കെ എനിക്കറിയാം, ഞാൻ നിന്നെ ഉറക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും മോൺ ഉണ്ണിവന്റെ പുറത്തോട്ട് കേട്ട് പറയും നീ എന്നെ ഉറക്കാനാ? അതൊന്നും വേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നീ എനിക്ക് വിട്ടുകാന്ന് പറഞ്ഞിട്ട് നേരെ പോകും. പിന്നെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഡ്രസ് ഊരി അവിടെ ഇവിടെ ഇടുന്നതാണ്. മോൺ എന്തുവാ ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യാനാ? ഇനി അൺകട്ട് വേഷം നിന്ന് തപ്പിപ്പോകും. സഭയില്ല മക്കളെ, സഭയില്ല. അങ്ങനെ പിള്ളേർ ഇവിടെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. നമുക്ക് അടുത്ത ആടെ സ്റ്റോറിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ എക്കിന്റെയും ഡോവിന്റെയും സ്റ്റോറിയാണ്. എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഡോവ് എക്കും കൂടെ ഭയങ്കരമായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോവ് ആണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോച്ച് പോലെ ഭയങ്കര നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുവാണ്. പക്ഷെ അടിയെല്ലാം മേടിച്ചിട്ട് നമ്മുടെ എക്കിന് വയ്യ. ഉടനെ എക്ക് പറയും നീ എന്തോ ഈ കാണിക്കുന്നത്, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, നീ എന്നെ ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, എനിക്ക് വേദന എടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ ഡോ പറയേ അങ്ങനെയൊന്നും ഇല്ല, ബോക്സിംഗ് പഠിക്കണം ഭയങ്കര ഫോക്കസ് ആയിട്ടിരിക്കണം, അല്ലാതെ കുഞ്ഞുങ്ങളെയൊന്നും ഇത് പറ്റത്തില്ല, മറ്റേ ഗോതയ്ക്ക് വെളിയിലാണ് നീ എന്റെ ബോയ് ഫ്രണ്ട്, ഗോതയ്ക്കുള്ളിൽ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എക്ക് എന്ത് ചെയ്യും, ഉടനെ തലകറങ്ങുന്ന രീതി അയ്യോ അമ്മ എന്ന് പറഞ്ഞ രീതി തലറങ്ങി വീഴുമ്പോഴേക്കും നമ്മുടെ ഡൂ പേടിച്ച് ഓടി വന്ന് പിടിക്കും. ഇവനിങ്ങനെ പിടിക്കാൻ വരുന്ന ഗ്യാപ്പ് കൊണ്ട് എന്ത് ചെയ്യും, എക്കെന്ത് ചെയ്യും അവനെ ഇടിക്കും. ഓഹോ നീ എന്നെ ഇടിക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഡൂ വിട്ടുകൊടുക്കത്തില്ല. എന്തായാലും അവൻ കോച്ചല്ലേ, ഇവൻ തിരിച്ചിടിക്കും. കുറെ ഇടിയൊക്കെ കൊണ്ടുപോകുമ്പോ എക്കിന് വയ്യ. ഉടനെ കുറെ നിർത്ത ഞാനില്ല, ഞാൻ നിർത്തി, നീ എന്നെ നല്ലപോലെ ഇടിക്കുന്നത് എന്താണെന്നറിയാം, നിനക്ക് നല്ല പഞ്ചിങ് ഗ്ലൗസ് ഉള്ളത്, എന്റെ ഗ്ലൗസ് കൊള്ളത്തില്ല, നിന്റെ ഗ്ലൗസ് സൂപ്പറാന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഡൂ ചിരിച്ചിട്ട് പറയാം ഓ നിന്റെ ഗ്ലൗസ് കൊള്ളത്തില്ല, എന്നാ എന്റെ ഗ്ലൗസ് ഇട്ടോന്ന് പറഞ്ഞ് ഊരി അവന്റെ ഗ്ലൗസ് ഇട്ട് കൊടുക്കും. എക്ക് ഗ്ലൗസ് ഇടാൻ വരുമ്പോഴേക്കും കയ്യിൽ എന്തോ കൊള്ളും. എന്തുവാണ് കൊള്ളുന്നതെന്ന് പറഞ്ഞ് അകത്ത് കൈയിട്ട് നോക്കുമ്പോ എന്തുവാണ് മോതിരം. ഡൂ ആണ് ചെറുക്കനെ പ്രപ്പോസ് ചെയ്യാണ്. ഇവന് ഈ മോതിരം എടുത്തതും ഭയങ്കര ഹാപ്പി ആവും. ഉടനെ ഡൂ ചോദിക്കും എങ്ങനെയുണ്ട്, കൊള്ളാവോ, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ പറയാം ഓ കൊള്ളത്തൊന്നും ഇല്ല, നല്ലതൊന്നും അല്ല, എന്നാലും എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറ്റിക്കും. ഇത് കേട്ടാൻ ചിരിച്ചിട്ടുണ്ട്. ഡൂ പറയാം ലവ് യു എന്ന് പറയുമ്പോഴേക്കും വെക്ക് എന്തോ കേട്ടില്ല, കുറച്ചുകൂടെ മറ്റേ വിജയ് നിനക്ക് സത്തമാ കേട്ടില്ല എന്ന് പറയും ഒന്നുമില്ലടാ നീ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പതുക്കെ കിസ് ചെയ്യാൻ അടുത്ത് വരുമ്പോഴേക്കും എന്തുവാ കാണിക്കുന്നത്, നമ്മളിവിടെ നിൽക്കുമല്ല ആരെങ്കിലും കാണുമ്പോ നമുക്ക് റൂമിൽ പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ റൂമിലോട്ട് പോകും. കൊള്ള ഇവന്മാരെ നമുക്കറിയാത്തയാണ് ചിക്കൻ ബോസ് വന്ന് സീരിയസ് ആയിരിക്കുന്ന കണ്ടീഷനിൽ പോലും അടങ്ങിയിരിക്കാത്ത പിള്ളേരം ജല്ല് നിങ്ങൾ പോയി ആഘോഷിക്കും. അങ്ങനെ പിള്ളേര് ഹാപ്പി ആയിട്ട് പോകുന്നിടത്ത് വെച്ച് അവരുടെ സ്റ്റോറി എൻ്റെ ചെയ്ത് അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ആണ് കേങ് ആൻഡ് പൂത്ത്. രണ്ടുപേരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ കേങ്ങിന്റെ റൂമിലിരിക്കുകയാണ്. കുറെ പൂച്ചകളൊക്കെ ഉണ്ട്, പൂച്ചയൊക്കെ ആയിട്ട് കളിച്ചോണ്ടിരിക്കുക. പൂത്ത് കേങ്ങിനെ വിളിക്കുന്നത് എന്താ വെച്ചാൽ പപ്പിന്ന്, പൂത്തിനെ കേങ്ങ് വിളിക്കുന്നത് ഡാഡിന്ന്. കൊള്ളാം, പപ്പിയും ഡാഡിയും കുഴപ്പമില്ല, തിരക്കേടില്ല അല്ലെ. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴേക്കും ഡാഡി എന്ന് വിളിച്ച പൂത്തിന്റെ തോളോട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേങ്ങ്. ഈ വിളി തന്നെ ശരിയല്ലല്ലോ തോർത്തിട്ട് പൂത്ത് വെക്കും എന്ത് പറ്റി ഇന്ന് ഭയങ്കരമായിട്ട് സോപ്പിടുന്നുണ്ടല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടോ സാധിക്കാന്ന് ചോദിക്കും. ഇത് കേട്ടതും കേങ്ങ് ഭയങ്കര ക്യൂട്ടായിട്ട് വെക്കും എനിക്ക് പുറത്തു പോകണം, ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണം, നീ പെർമിഷൻ തരുമോ പ്ലീസ് എന്ന് വെക്കും. അയ്യോ ഇങ്ങനെ ചോദിക്കുന്ന കേട്ടാൽ തന്നെ എങ്ങനെ പോകണ്ടെന്ന് പറയും. ഞാനെങ്ങനെയാണെ പൊക്കോ എന്ന് പറയും. ഉടനെ തന്നെ പൂത്ത് പറയും ഓ ഫ്രണ്ട്സിനൂടെ പുറത്തു പോകണം, അങ്ങനെയാണെങ്കിൽ ഒരു കിസ് താന്ന് പറയുമ്പോഴേക്കും ഇവനും കിസ് കൊടുക്കും. രണ്ടുപേരും ക്യൂട്ടായിട്ട് പൂച്ചനെയൊക്കെ കളിപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പുത്ത് പറയും നിനക്ക് ഫ്രണ്ട്സിനൂടെ പുറത്തു പോകണമെങ്കിൽ ഞാൻ സാധനം വെച്ചിട്ടുണ്ട് അത് തരാന്ന് പറയും. എന്തുവാന്ന് നോക്കിയാൽ എന്തോ അതൊരു ബനിയനാണ്. നിങ്ങൾ ഓർക്കും ബനിയനൊക്കെ പുറത്തു പോകുന്നതായിട്ട് എന്താ ബന്ധമെന്നല്ല, വളരെ ബന്ധമുണ്ട്. ആ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവരാണ് ഭയങ്കര ജലസാണ് എന്ന്. അത് കൊള്ളാല്ലേ, അതായത് ഞാൻ സിംഗിൾ അല്ലാത്തൊരു മീനിങ്ങില്. എന്നിട്ട് പറയും ഇതിട്ടോണ്ട് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ പോ, ഇതിടാൻ പറ്റത്തില്ല നീ പോകണ്ടെന്ന് പറയുമ്പോ പറയോ ഇല്ലല്ലോ ഞാൻ ഇതിട്ടോണ്ട് പോയിട്ട് വരാന്ന് പറയും. ഭയങ്കര സന്തോഷമായിട്ടാ പറയുന്നത്. ഉടനെ പൂത്ത് പറയും അതൊക്കെ ശരി തന്നെ, പോകുന്നൊക്കെ കൊള്ളാം, ഞാൻ എപ്പം ഫോൺ ചെയ്താലും എടുക്കണേ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ തന്നെ അങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ ഇല്ല നീ എപ്പോ വിളിച്ചാലും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ എനിക്ക് പോകാൻ കുറച്ച് പൈസ വേണമല്ലോ, എനിക്ക് കുറച്ച് പൈസ താന്ന് പറയും. എനിക്കെന്താ അറിയാത്ത ജീവ ഭയങ്കര പൈസക്കാരനാണല്ലോ, എന്നാ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്, പിന്നെ ഇവനെന്തിനാ ഇവനോട് കാശ് വയ്ക്കുന്നത്, അറിയത്തില്ല ജീവിതമാകുമ്പോ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെയാണ്. എനിക്ക് പൈസ എന്ന് പറയുമ്പോഴേക്കും ഇതവിടെ പൂത്തെന്ത് ചെയ്യും, വെറും 100 രൂപ എടുക്കും എന്ന് പറയും. 100 രൂപയോ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ, 100 രൂപ പറ്റത്തില്ല, എന്നാ ഒരു കാര്യം ചെയ്ത് നീ പോകണ്ടെന്ന് പറഞ്ഞപ്പോ അയ്യോ അത് മതി 100 രൂപ മതി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ പോകും. ഇവ നേരെ ചെല്ലുന്ന ആ ബാറിലോട്ടാണ്. ചെല്ലുമ്പോഴേക്കും നമ്മുടെ തീമും നുവാവും അവിടെ ഉണ്ട്. ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോ സണ്ണ് പാവാണല്ലേ, നുവാക്ക് ഫുൾ ഫ്രീഡം. കേങ്ങിന്റെ കോസ്റ്റ്യൂം കണ്ടിട്ടാണെങ്കിൽ നുവാവും തീമും കൂടി ഇവനെ കളിയാക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ പുത്ത് വീഡിയോ കോൾ ചെയ്യുക, അതായത് ഇവൻ ഇവിടെ തന്നെയാണോ വന്നത്, ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണോ ഉള്ളത്
കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി. ഉടനെ നുവ പറയുന്നത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്റെ കേങ്ങിനെ ഞാൻ ഭയങ്കര ഭദ്രമായിട്ട് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കും. ഇവന്റെ ഈ ബനിയം കണ്ടിട്ട് തന്നെ കുറെ പെമ്പിള്ളാരൊക്കെ ഇവനെ ഒന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും ഇവന്മാര് പറയും ഓ എന്തുവാടാ ഇത്, നിന്റെ ബനിയം കണ്ടിട്ട് തന്നെ നിനക്കിന്ന് ഭയങ്കര കളക്ഷനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി നിൽക്കുകയാണ്. ഉടനെ കേങ് പറയും ഇതൊക്കെ പിന്നെയും സൈക്കട വേറൊന്നുണ്ട് എന്നും പറഞ്ഞ് തിരിഞ്ഞു കാണിക്കുമ്പോ പുറകിലെന്തോ എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് പൂത്തെന്നും പറഞ്ഞ് അതും എഴുതി വെച്ചിട്ടുണ്ട്. എടാ പൂത്ത് നീ മരണമാസാണല്ലോ. ഇത് കണ്ടിട്ട് പിള്ളേരെല്ലാം കൂടെ ഇവനെ കളിയാക്കൊണ്ടിരിക്കാം. കുറച്ചേരം ഫ്രണ്ട്സ് എല്ലാം അടിച്ചു ഓടിച്ചു കഴിയുമ്പോഴേക്കും കേങ് പറയും ശരി ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഇവൻ നേരെ വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴേക്കും പാവം നമ്മുടെ പുത്ത് ഇവനെ നോക്കിയിരുന്ന് കാണാതെ കണ്ണും നട്ട് ഉറങ്ങി അങ്ങ് പോകും. ഇവനിങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോഴേക്കും കേങ് അടുത്ത് വന്നിട്ട് പറയും അയ്യോടാ എന്നെ നോക്കിയിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയോ എന്ന് പറഞ്ഞിട്ട് ഇവൻ അവന്റെ അടുത്ത് വരുന്നിട്ട് ഇങ്ങനെ അവനെ ഹഗ് ചെയ്യും. അപ്പോഴേക്കും അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും പൂത്തും കേങ്ങും കൂടെ എടുത്ത സെൽഫിയാണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ ഇവൻ സെൽഫി നോക്കിയിരുന്ന് ഉറങ്ങിപ്പോയതാ. പാവമുണ്ട്. ട്രൂ ലവ് ആയിപ്പോയി കേട്ടോ പിള്ളേര് ഭയങ്കരമായിട്ട്. അങ്ങനെ കേങ്ങ് ഇവനെ ഹഗ് ചെയ്ത് പൂത്തിന്റെ കൂടെ കിടന്ന് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങും. ഇങ്ങനെ പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നത് വെച്ച് ഇവരുടെ സ്റ്റോറി തീരുവാണ്. അടുത്ത സ്റ്റോറി നമ്മുടെ തേർഡിന്റെ ആണ്. തേർഡ്സും ബായും കൂടെ ഒരു ലൈവ് പോയിട്ട് തേർഡ്സ് എന്ത് ചെയ്യും ഒരു പ്രേതക്കഥ ഇങ്ങനെ ലൈവില് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന് ഈ പ്രേത മന്ത്രവാദത്തിലൊക്കെയല്ലേ കൂടുതൽ ഇൻട്രസ്റ്റ്. ഇവനിങ്ങനെ ലൈവില് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് കഥ തീർന്നു കഴിയുമ്പോഴേക്കും ലൈവിന്റെ കമന്റ് ഒക്കെ നോക്കും. അതിലൊരു കമന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് നീ എപ്പോഴും ഒറ്റയ്ക്കല്ലേ കഥയൊക്കെ പറയുന്നത്, നീ കൂട്ടത്തിൽ ഒരാളെ കൂടെ വെച്ചാൽ നല്ല ബെറ്റർ ആയിരിക്കും. നിന്റെ എന്തെങ്കിലും ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാനിനെയോ വിളിച്ചിട്ട് അവരുമായിട്ട് വീഡിയോ ചെയ്യാവോ എന്ന് ഇങ്ങനെ വെക്കും. ഇത് കണ്ടതും നല്ലൊരു ഐഡിയ അല്ല. ഉടനെ നമ്മുടെ തേർഡ്സ് പറയും ആരെ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം പായുനോട് ചോദിക്കും. പായ് പറയും നിനക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും വിളിക്കുമെന്ന് പറയും ഓ ഫ്രണ്ട്സ് ഒന്നും വരത്തില്ലടാ, അവരുടെ ബോയ് ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ്, അവര് ഭയങ്കര ബിസി ആയിരിക്കും, അവര് വരത്തില്ല. പിന്നെ ആരെ വിളിക്കും എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിട്ട് പറയും നീ എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, നിനക്ക് എന്റെ കൂടെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടത് നമ്മുടെ പായു ഭയങ്കര ഷോക്കായിട്ട് ചോദിക്കും എന്ത് ഞാനങ്ങ് വന്ന് നിന്റെ കൂടെ എങ്ങനെ സംസാരിക്കാനൊക്കെ അങ്ങ് വയ്യടാ, ഞാനില്ല എന്ന് പറയും. ഉടനെ ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ട് തേർഡ്സ് പറയും നീ വരത്തില്ല, നീ എന്റെ ബോയ് ഫ്രണ്ട്, നീ പോലും എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ല, പിന്നെ എന്നെ ആര് വന്ന് ഹെൽപ്പ് ചെയ്യാൻ, പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പറയുമ്പോഴേക്കും പാവം പായു പറയും ശരി ഞാൻ നിന്റെ കൂടെ വന്ന് പറയാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കഥയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റോറി തന്നെയാണ് പറയുന്നത്. ആദ്യം പായുവിനെ ഗോസ്റ്റ് ആയിട്ട് വന്ന് കമ്പനിയായി സെറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ റിയൽ ലൈഫിലൊക്കെ വന്നില്ല ആ സ്റ്റോറിയാ പറയുന്നത്. ഈ സൂപ്പർ സ്റ്റോറി പറഞ്ഞ് നിർത്തി കഴിയുമ്പോഴേക്കും പായു ഉണ്ണാനെ ചോദിക്കും സ്റ്റോറിയൊക്കെ കൊള്ളാം, പക്ഷെ അതിന് നല്ലൊരു ഹാപ്പി എൻഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് നല്ല ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിക്കുമ്പോൾ തേർഡ്സ് തിരിച്ചിട്ട് പറയും പിന്നെ നമുക്ക് നല്ല ഹാപ്പി എൻഡിങ് ആടാ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കും. പറയാം അതെ ഞാൻ ഹാപ്പിയാണെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് കിസ് ചെയ്യും. ഇവരുടെ ഫസ്റ്റ് സ്റ്റോറി തീർന്നപ്പോൾ ഞാൻ ഓർത്ത് ഇവർക്ക് മാത്രം എന്താ ഒരു കിസ് സീൻ കൊടുക്കാഞ്ഞേന്ന്. ഇവർക്ക് എൻഡില് കിസ് സീൻ ഉണ്ട്, അതുകൊണ്ട് അപ്പൊ കൊടുക്കാഞ്ഞത് സാരയില്ല, എപ്പോഴെങ്കിലും കൊടുത്താൽ മതിയാണ്. അങ്ങനെ പിള്ളേരുടെ സ്റ്റോറി ഇവിടെ എൻഡ് ആയി. അടുത്ത സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ചെറുക്കൻ മാസുവിന്റെയാണ്. മാസുവും ജിയാൻ കൂടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുവാണ്. അപ്പൊ നിങ്ങൾ ഓർക്ക് ആരുടെ ബർത്ത്ഡേ ആണ്? ആരുടെ നമ്മുടെ മാസുവിന്റെ മരിച്ചുപോയ ബോയ് ഫ്രണ്ടിന്റെ ആണ്. രണ്ടുപേരും കൂടെ കേക്കൊക്കെ മുറിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോയ് ഫ്രണ്ടിന് പകരം ക്യാൻഡിൽ വന്ന് ഊതുന്ന ആരാ? നമ്മുടെ മാസുവാണ്. മാസു കൊണ്ടതിനെ ജിയാട് പറയും എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതിന് വേണ്ടി ഈ പാർട്ടി നടത്തുന്നതിന് താങ്ക്സ് എന്ന് പറയും. ഇവൻ ഒരു കിറുക്കൻ, അതിനെക്കാട്ടിലും കിറുക്കൻ അവൻ. മറ്റേ രണ്ടിന്റെയും തലയ്ക്കോളോ ഇവന്മാര് വട്ടന്മാരായതല്ല നമ്മളെ കൂടെ വട്ടാക്കുവാണ്. ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തുന്നതിന് താങ്ക്സ് എന്ന് നമ്മുടെ ചെറുക്കൻ പറയുന്ന കേട്ടത് ജിയ ഉണ്ടെന്നെ പറയും ഓ നിന്റെ സന്തോഷം എന്ന് പറയുന്നതാണ് എന്റെ സന്തോഷം, നീ സന്തോഷമായിട്ടിരുന്നാൽ ഞാനും സന്തോഷമായിട്ടിരിക്കും, അതുകൊണ്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന പറയും. ഇത് കേൾക്കുമ്പോഴേക്കും മാസുവിന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവന്റെ കൈ പിടിക്കുക. ഇവ രണ്ടും ഇത്ര റൊമാൻസ് ഒക്കെ ആയിട്ടിരിക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ ബോയ് ഫ്രണ്ട് അടുത്തുണ്ട് കേട്ടോ. ബോയ് ഫ്രണ്ട് ഇതെല്ലാം കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്നാൽ ശരി നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ്. 3 പേരെന്ന് പറഞ്ഞാൽ മറ്റേ ആത്മാവിനെ കാണത്തില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കിയത് നമ്മുടെ ജിയാണ്. മാസു കൊണ്ടതിനെ ഫുഡ് എടുത്ത് വായി വെച്ചത് ഭയങ്കര ചൂടായിട്ട് എന്റെ നാക്ക് കൊള്ളും. അയ്യോ എന്റെ നാക്ക് നീറുന്നു എന്ന് പറയുമ്പോഴേക്കും ജിയ അയ്യോ പൊള്ളിയോ ഞാൻ ഊതിത്തരാന്ന് പറഞ്ഞ നാക്കിൽ ഊതിത്തരി. ഇത് പുതുവിധമായ ടെക്നിക്കാണല്ലോടാ ജിയ. നാക്ക് എങ്ങാനും പൊള്ളിയ പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വാ കഴുകുന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഞാൻ ഊതിത്തരാന്ന് പറയുന്ന പുതിയ മെഡിസിൻ ഞാൻ ആദ്യമായിട്ട് കാണുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്യുക, അതായത് മാസ് കാണുക കേട്ടോ. മാസ് അവന്റെ ബോയ് ഫ്രണ്ടിനും പിന്നെ നമ്മുടെ ജിയാക്ക് ഫുഡ് 2 പ്ലേറ്റിന് വിളമ്പി വെക്കും. ജിയ ഇത് കഴിച്ചിട്ട് പറയും നീ എനിക്ക് വിളമ്പി തന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറയുമ്പോ മാസു പറയും ഓ അങ്ങനെയാണ്, എന്നാ നീ കുറച്ചുകൂടെ കഴിക്കുന്ന പറഞ്ഞു പിന്നെ വിളമ്പി കൊടുക്കുക. അയ്യോടാ ഫുഡ് ഉണ്ടാക്കിയത് അവൻ വിളമ്പി തന്നോണ്ട് നല്ല ടേസ്റ്റ്. എന്തെങ്കിലും ആട്ടെ പിള്ളേർ സെറ്റായി വരുന്നല്ലേ ഉള്ളു, വിട്ടേക്കാം പിച്ച വെച്ച് വരുന്നല്ലേ ഉള്ളു. അങ്ങനെ ഇവര് ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് ഭയങ്കര റൊമാൻസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഇവരുടെ ബോയ് ഫ്രണ്ട് തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കണം. അവന് സന്തോഷം, അവന്റെ ചെറുക്കനെ നോക്കുന്ന നല്ലൊരു ചെറുക്കനല്ലേ ഇവന് കിട്ടിയത്. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജിയ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പാത്രമൊക്കെ കഴിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
മാസു പുറകെ വന്ന് ഹഗ് ചെയ്തിട്ട് പറയും, എല്ലാ ജോലിയും നീയല്ല ചെയ്തത്, കുക്കിംഗും ഒക്കെ നീ ചെയ്തു, മാറി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ പാത്രം കഴിക്കൊള്ളാം എന്ന് പറയും. എനിക്ക് ഒരു ടയേർഡും ഇല്ല, ഞാൻ തന്നെ കഴിക്കൊള്ളാം, നിനക്ക് വേണ്ടി, നീ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയും. പിന്നെ ഈ ഒരൊറ്റ ഡയലോഗ് അറിയത്തുള്ളൂ എന്ന് തോന്നുന്നു. പാത്രം കഴിയുന്നിടത്തും തിരിഞ്ഞ് നമ്മുടെ മാസുവിനെ ഹഗ് ചെയ്ത് ടേബിളിന്റെ പുറത്ത് ഇരുത്തിട്ട് വയ്ക്കും. മാസു എനിക്ക് എന്നോട് കാര്യം പറയണ്ടെന്ന് പറയും. പിന്നെ മാസുക്ക് എന്താ പറഞ്ഞോന്ന് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, തേർഡ് ബേർഡ്സ് ചെയ്താലോന്ന് വയ്ക്കും. ഇതെന്തുവാന്ന് അറിയാത്ത നിങ്ങൾ എന്തായാലും ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാന്നറിയാം. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതേട്ട് മാസം കൊണ്ട് പറയും, നീ എന്തോ പറയുന്നത്, അവൻ നടക്കത്തില്ല, അവന്റെ ബോയ് ഫ്രണ്ട് കൂടെ ഉണ്ടല്ലോ, അവൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുമല്ലേ എന്ന് പറയും. ഇവന്റെ ഒരു കാര്യം ഇവനെ കൊണ്ടൊന്നും നടക്കത്തൊന്നുമില്ല. അണ്ണാനും ചെയ്യാൻ പറയല്ല, അവന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, അവന് നമ്മള് നല്ല ഹാപ്പി ആയിട്ടൊരു പാർട്ടിയൊക്കെ കൊടുത്തില്ല, അതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും ബോയ് ഫ്രണ്ട് അടുത്തുണ്ടല്ലോ, അവനുണ്ടാനെ ചിരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട്. അതായത് ഇവര് കപ്പിൾസ് ആയിട്ട് ജീവിക്കുന്നതിലൊന്നും അവനൊരു സങ്കടമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കുറെ നേരം ഇങ്ങനെ മാസവ് ചെയ്യാനും നോക്കി നിന്നിട്ട് ഒരു കിസ് എടുക്കും. നമ്മുടെ മാസവിന് ഭയങ്കര ഹാപ്പി ആവും. നമ്മളവർക്ക് ഈ അടുത്ത സീൻ മൂവ് ആവും. ഇല്ല, കട്ട് പറയില്ലേ എന്ന് ഞാൻ ഓർത്ത്, പക്ഷെ അവരവിടെ വെച്ച് കട്ട് ചെയ്ത്. എന്ത് ചെയ്യാൻ, അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് നല്ല ഹാപ്പി എൻഡിങ് കിട്ടി. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ സാറ്റും ചോക്കുമാണ് നമ്മുടെ മാന്ത്രിക പാവ. രണ്ടുപേരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ്റ് അങ്ങോട്ട് കിസ് ചെയ്യുന്ന, ചോക്ക് ഇങ്ങോട്ട് കിസ് ചെയ്യുന്ന, അങ്ങനെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സാറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ മുങ്ങിപ്പോകുന്ന കണക്ക് കാണിക്കും. ഇത് കണ്ടതും ചോക്ക് ഭയങ്കരമായിട്ട് പേടിച്ച് ഇവനെ പൊക്കിയെടുത്ത് അകത്ത് കേട്ടിട്ടൊന്നും ഇവൻ അനങ്ങുന്നില്ല, ഇവനെ വിളിച്ചിട്ടൊന്നും ഇവൻ അനങ്ങുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മളും പേടിക്കും, എന്റെ പൊന്നെ ഇവർക്കിനെ ഹാപ്പി എൻഡിങ് എന്റെ പിന്നെ പേടിയൊന്നും ഇല്ല, അവർക്ക് മറ്റേ മാന്ത്രിക പാവം ഉണ്ടല്ലോ, പുറകോട്ട് പോയിട്ട് തിരിച്ചു വരും, പിള്ളേരെ നൈസായിട്ട് അതൊക്കെ ചെയ്ത് ശരിയാക്കിക്കോളും. എന്നിട്ട് ഇവനിങ്ങനെ പേടിച്ചു കിടന്ന് വിളിക്കട്ടെ, നീ തുറക്കെന്ന് പറഞ്ഞിട്ട് എന്നാ കുറച്ച് കൃത്രിമശ്വാസം വിളിക്കാന്ന് പറഞ്ഞ് അടുത്ത് വരുമ്പോഴേക്കും ഇവനെന്തെങ്കിലും കിസ് ചെയ്യാൻ വരും. ഇത് കാണുമ്പോൾ ചോക്കിന് മനസ്സിലായി ഇവൻ പറ്റിച്ചാണെന്ന്. ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുന്നത്, ഞാൻ പറ്റിച്ചാണോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ നിന്നെ കിസ് ചെയ്യാൻ വേണ്ടി വെറുതെ ഒരു തമാശ കാണിച്ചെന്ന് പറയുമ്പോൾ, നീ ഇതൊക്കെയാണ് തമാശയായിട്ട് കാണിക്കുന്നത്, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ബട്ട് ഇവൻ ദേഷ്യപ്പെട്ട് നടന്നു പോകുമ്പോൾ ഇവൻ പുറകെ ചെന്ന് ഹക്ക് ചെയ്തിട്ട് പറയും, പ്ലീസ് എടാ, ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് നിന്നെ കിസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ കാണിച്ചത്, നീ അത് ഇത്രയും വലിയ പ്രശ്നമാക്കും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയും. ഇങ്ങനെ നീ എന്നെ പേടിപ്പിച്ചതിന് നിനക്ക് ശിക്ഷയുണ്ട് എന്ന് പറയും. ശിക്ഷയോ, അതെ, പണിഷ്മെന്റ് നീ അനുഭവിച്ചു പറ്റത്തെന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് കിസ് ചെയ്യും. ഞാൻ ഓർത്ത് ഇതായിരിക്കും പണിഷ്മെന്റ് എന്ന്. ഇതോടെ പിള്ളേരുടെ സ്റ്റോറി ഇവിടെ കെട്ടാവും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എക്കിനെയും ഡൂവിനെയാണ്. രണ്ടുപേരും കൂടെ എവിടെയൊക്കെയോ പോകാനായിട്ട് ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എവിടോട്ട് മാസവും ചെയ്യാൻ വരും. പിന്നെ ഇങ്ങനെ ഓരോരോ കപ്പിൾസ് ആയിട്ട് വരും. അവസാനം വരുന്നത് നമ്മുടെ കേങ്ങും പുത്തുമാണ്. പറഞ്ഞ ഇവര് പറയും, നിങ്ങളാണ് ഏറ്റവും അവസാനം വന്നതെന്ന് പറയും. ഞങ്ങളല്ല, ഞങ്ങളുടെ പുറകെ ഇനി ആളുണ്ടോ എന്ന് പറയുമ്പോൾ ആരാ, നമ്മുടെ ന്യൂവാവും സണ്ണുമാണ്. ഇവര് വന്ന് നിന്ന് എല്ലാവരും പറയും, നിങ്ങളല്ലേ താമസിച്ചു വന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് പണിഷ്മെന്റ്, ഞങ്ങളുടെ എല്ലാവരെയും ഇന്നത്തെ ബാഗ് നീയാ ചുമക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാവ സണ്ണിന്റെ കൊടുക്കും. സണ്ണാണെങ്കിൽ എല്ലാവരെയും ബാഗുമായിട്ട് അടക്കുവാണ്. അങ്ങനെ ബസ്സിലൊക്കെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോയിട്ട് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ വരുമ്പോഴേക്കും എല്ലാവരും ഇറങ്ങി പോകുമ്പോഴേക്കും പക്ഷെ നമ്മുടെ പൂത്തും കേങ്ങും മാത്രം വന്നിട്ട് സണ്ണിന്റെ ബാഗ് കൊടുത്തിട്ട് പറയും, ഇനിയും നീ ഞങ്ങളുടെ ജോലിക്കാരനെ, ഞങ്ങളുടെ ബാഗ് എല്ലാ റൂമിൽ എത്തിച്ചേക്കെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. നമ്മുടെ മാസുവിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ആത്മാവ്, പുള്ളിക്കാരനും വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നത് കണ്ടിട്ട് അവനെ ഇങ്ങനെ നോക്കി സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാരും കൂടെ നൈറ്റ് പാർട്ടിയൊക്കെ നടത്തുമ്പോൾ നമ്മുടെ മോൺ എന്ത് ചെയ്യും, ഫോണിൽ ലൈവ് ഓൺ ആക്കിയിട്ട് നേരെ ഇന്ന് ഓരോരോ കപ്പിളിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ചെല്ലുന്നത് തേഡ്സിന്റെയും പായുവിന്റെ അടുത്താണ്. അവരെ പരിചയപ്പെടുത്തിയിട്ട് പിന്നെ ചിലത് മാസുവിന്റെ അടുത്തും ജിയാടുത്തും. മാസു ഇങ്ങനെ സന്തോഷമായിട്ട് ചിരിക്കുന്ന കാണുമ്പോഴേക്കും സണ്ണിനാണെങ്കിൽ മോണിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവണം. എന്നെ പറയും, നീ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ കേങ്ങിന്റെയും ഭൂത്തിന്റെ അടുത്താണ്. രണ്ടുപേര് ഹഗ് ചെയ്ത് ഇങ്ങനെ ഒട്ടി ഒരുപാട് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. മോൻ പറഞ്ഞതിന് ചോദിക്കും, നിങ്ങൾ എന്താണ് ഇങ്ങനെ അടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചോദിച്ചോണ്ടാ പറയാം, ഞങ്ങളിപ്പം പുതുതായിട്ട് സെറ്റായ കപ്പിൾ, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പിരിയത്തില്ല, ഇങ്ങനെ അടുത്തിരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കോമഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവനെന്ന് അവരെ കളിയാക്കാന്നിട്ട് അവിടെ നേരെ ചെല്ലുന്നത് നമ്മുടെ എക്കിന്റെ ഒക്കെ അടുത്താണ്. മോൻ ചോദിക്കുന്ന എന്റെ കൂടെ ഉള്ള ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോ പറയും, ഇതെന്റെ വൈഫിയാന്ന് പറയും. ഉടനെ എക്ക് കലിപ്പായിട്ട് പറയും, എന്ത് വൈഫിയോ, ഞാൻ വൈഫിയാണെന്നോ, കുറച്ച് മുമ്പ് എന്താ നടന്നതെന്ന് അറിയാലോ, ഞാൻ പറയട്ടെ എന്ന് പറയും. ഇങ്ങോട്ട് പറയാൻ വരുമ്പോഴേക്കും ഡോ എന്റെ വാ പൊത്തിപ്പിടിക്കും. എന്താണെന്ന് എനിക്കും അറിയത്തില്ല, അവൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് തോന്നുന്നു ഇവര് മോതിരം ഇട്ടോണ്ട് റൂമിലോട്ടല്ലേ പോയത്, പിന്നെ നമുക്കറിയത്തില്ലല്ലോ അവിടെ നടന്ന് എന്താന്ന് അവര് പറയുന്നുമില്ല, എന്ത് ചെയ്യാനാ. അടുത്ത കാണിക്കുന്ന നമ്മുടെ സാറ്റിനെയും ജോക്കിനെയാണ്. അങ്ങനെ എല്ലാരെയും പരിചയപ്പെടുത്തി ഇവ നേരെ ചെല്ലുന്നത് ഇവന്റെ ആളുടെ അടുത്താണ്. അങ്ങനെ എല്ലാരും കൂടെ ഹാപ്പി ആയിട്ട് പാർട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് എല്ലാരും കൂടി ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കിടക്കുകയാണ്. അപ്പോഴേക്ക് ഈ ഡ്രാമയുടെ തുടക്കത്തിൽ ഇവര് പറയുമല്ലോ, നമ്മളെല്ലാരും സിംഗിൾ ആണ്, 7 പേരും, ഈ വർഷമെങ്കിലും നമ്മൾ ഒരു ലൈൻ സെറ്റ് ആക്കണമെന്ന് പറയുമല്ലോ. അത് വെച്ചിട്ട് നമ്മുടെ സണ്ണ് പറയും, നമ്മൾ ഈ ഇയറിൽ ആദ്യം പറഞ്ഞില്ലേ, അതുപോലെ ലൈൻ സെറ്റ് ആക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലൈൻ സെറ്റ് ആയി എന്ന് പറയുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം ഏത് പറഞ്ഞ വെക്കും. എന്നിട്ട് പറയും, നമ്മൾ ഈ സെമസ്റ്റർ പറഞ്ഞതുപോലെ ഇനി അടുത്ത സെമസ്റ്റർ നമ്മൾ അടുത്ത ബോയ് ഫ്രണ്ട്സിന് സെറ്റ് ആക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേ എല്ലാവരും കൂടെ ഏന്നും പറഞ്ഞു വെക്കും. ഇവൻ പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ നുവാക്ക് കത്തുന്നവരെ നുവാ ചോദിക്കും, എന്താ പറഞ്ഞത് നോക്കുമ്പോ, ഒന്നും ഇല്ലടാ, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞ അവനെ ഇവൻ സമാധാനിപ്പിക്കും. പിന്നെ എല്ലാരും കൂടെ പരസ്പരം താങ്ക്സ്
പറയാണ്. അതായത് ഓരോരുത്തരുടെ ലൈഫിൽ മറ്റൊരാള് ഹെൽപ്പ് ചെയ്യുമല്ലോ. നുവാക്കും സണ്ണിനും പൂത്ത് ഹെൽപ്പ് ചെയ്ത്, കേങ്ങിനും പുത്തിനും മോൺ ഹെൽപ്പ് ചെയ്ത്, തേർഡ്സിനും പായുവിനും മോൺ ഹെൽപ്പ് ചെയ്ത്, അങ്ങനെ ഓരോരുത്തരും ഹെൽപ്പ് ചെയ്തില്ല. അങ്ങനെ പരസ്പരം എല്ലാവരും മാറി മാറി താങ്ക്സ് പറയാണ്. അങ്ങനെ അവരുടെ ലവ് ലൈഫിനെ ഹെൽപ്പ് ചെയ്തതിന്. അപ്പൊ നമ്മുടെ ആത്മാവുണ്ടല്ലോ അവിടെ, അവനാണെങ്കിൽ നമ്മുടെ ജിയായോടും താങ്ക്സ് പറയും. കാരണം അവന്റെ ചെറുക്കനെ ഇവൻ നന്നായിട്ട് നോക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട് അതിന് താങ്ക്സ് പറയുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് വെച്ചിട്ട് ഈ ഡ്രാമ തീരുവാണ്. ഇത് ചെറിയൊരു എന്റർടൈൻമെന്റ് ഡ്രാമ അല്ലേ. ഈ ഡ്രാമ മൊത്തത്തെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ഡ്രാമയിൽ കാണാം. ടാറ്റ ബൈ ബൈ.